നിങ്ങൾ എന്നോട് ഇനി ചോദ്യം ചോദിക്കേണ്ട. നിങ്ങളുടെ ഒരു ചോദ്യത്തിനും ഞാൻ മറുപടി പറയില്ല. കേരള രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ആരെയും കൂസാതെ മൈക്കിന് മുന്നിൽ ഇരുകൂട്ടരും നേർക്കുനേർ. പക്ഷെ എന്തിനായിരുന്നു ഈ പ്രകോപനം? വെറും ഒരു വാക്കേറ്റമായിരുന്നോ ഇത്? അതോ ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിക്ക് നേരെ സതീശൻ എറിഞ്ഞ ഒളിയമ്പ് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് സതീശൻ അക്കമിട്ട് നിരത്തിയ ആ ആരോപണങ്ങൾ കേട്ടാൽ പിണറായി സർക്കാർ ശരിക്കും വിയർക്കും. കേന്ദ്രത്തിന്റെ പുതിയ നിയമം എങ്ങനെ കേരളത്തിലെ ആരാധനാലയങ്ങളെ ബാധിക്കും? വയനാട് ഫണ്ടിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് പിന്നിലെ കള്ളക്കളികൾ എന്ത്? രക്തസാക്ഷികളുടെ ഫണ്ട് വിഴുങ്ങിയെന്ന ഗുരുതരമായ ആരോപണവുമായി സതീശൻ ആഞ്ഞടിക്കുമ്പോൾ കേരള രാഷ്ട്രീയം ഇനി എങ്ങോട്ട്? കാണാം സതീശന്റെ ആ വിശ്വരൂപം. ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ എന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അധികം നിങ്ങൾ നിർത്തി. നിങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി ഇല്ല. ഇതാണ് പരിപാടി. കയ്യിലടിക്ക മീറ്റിംഗ് കലക്കാൻ വേണ്ടി അല്ലല്ല, ഞാൻ പ്രതിപക്ഷ നേതാവാണ്. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ല. ഞാൻ ചൂടാക്കിയിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ട നിങ്ങളുടെ ഗൂഢാലോചന നടക്കൂല. അത് മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യില്ല. മനസ്സിലായി കേട്ടോ? അല്ല, FCRI ആക്ട് അതിനു വേണ്ടിയിട്ടാണല്ലോ. തെറ്റായ നടപടികളിലൂടെ വിദേശത്തു നിന്ന് പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ FCRI. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊവിഷൻസ് സുരേഷ് ഗോപി ഒന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുക്കാതിരിക്കാം. മനസ്സിലായില്ലേ? ഏത് സമയത്ത് വേണമെങ്കിലും, എന്ത് കാരണത്തിൻ്റെ പുറത്ത് വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ടേക്ക് ഓവർ ചെയ്യാം. ആരാധനാലയം വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാം. അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അവർ തുടങ്ങിയിരിക്കുന്ന ഏത് സ്ഥാപനവും ഗവൺമെൻറ്റിൻ്റെ ടേക്ക് ഓവർ ചെയ്യാം. അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ്, മൗലികാവകാശങ്ങൾക്ക് എതിരാണ്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് എതിരാണ്. കൊണ്ടുവന്നിട്ട് അങ്ങ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞങ്ങളിത് വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോഴും അതിശക്തിയായി എതിർത്തത് അതുകൊണ്ടാണ്. അന്നും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവർ ചർച്ച് ബില്ലായിട്ട് വരുമെന്ന്. ഇവർ ചർച്ച് ബില്ലും തയ്യാറാക്കുന്നുണ്ട്. FCRI ആക്ടിൽ ഭേദഗതി അപകടകരമായ ഭേദഗതിയാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം, വിദേശ നാണ്യ നിയന്ത്രണ ചട്ടങ്ങളുണ്ടാകണം, നിയമമുണ്ടാകണം. അതിലൊന്നും ഞങ്ങളെതിരല്ല. ഞങ്ങൾ കൊണ്ടുവന്നതല്ലേ FCRI ആക്ട്. അത് വേണം. കാരണം വേറെ തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടി, അവരുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു അവതരണമാണ്. അപ്പോൾ സുരേഷ് ഗോപി അതിൻ്റെ പ്രൊവിഷൻസ് ഒന്ന് വായിച്ചു നോക്കിയാണ്. പ്രതിപക്ഷ രവീന്ദ്ര ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മുടെ KC വേണുഗോപാലിൻ്റെ ഒരു അഭിമുഖം ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിക്കുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്ന് പറയുന്നത് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ധനലക്ഷ്മി ബാങ്കിലാണ് തിരുവനന്തപുരത്തെ അക്കൗണ്ട് ഉള്ളത്. ധനലക്ഷ്മി ബാങ്കിൽ വന്ന തുക ഉപയോഗിച്ച് ഭൂമി വാങ്ങി. പക്ഷേ ഭൂമി വാങ്ങാൻ മതിയായ തുക അതിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ആ ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ലേ? അല്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒരു പ്രോജക്റ്റിൻ്റെ കണക്ക് അവതരിപ്പിക്കുന്നത് എപ്പോഴാണ്? ആ പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ. അവിടെ ഞങ്ങൾ സ്ഥലം മേടിച്ചു, അവിടെ കെട്ടിടം പണിത്, പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ കണക്ക് പറയും. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചതിൻ്റെ കണക്ക് പറഞ്ഞില്ല. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ പയ്യന്നൂരിൽ പൈസ എടുത്തിട്ട് MLAയുടെ നേതൃത്വത്തിൽ, ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈസ മുഴുവൻ അടിച്ചു മാറ്റി. ആ പാവപ്പെട്ട അഭിമന്യുവിൻ്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്തെ വിഷ്ണുവിൻ്റെ രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ചു കഴിഞ്ഞിട്ട് അത് അടിച്ചു മാറ്റിയ ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് വലിയ പോസ്റ്റിൽ വെച്ചു. ഇവിടെ പയ്യന്നൂർ അത് ചോദ്യം ചെയ്ത ആളെ പുറത്താക്കി, കട്ടവനെ ഉള്ളിൽ വെച്ചു. ഇതാണ് CPM. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കും. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ ഇപ്പോൾ അഭിമന്യുവിനെ SDPക്കാർ കൊന്നെന്നാണ് ദേശാഭിമാനി പത്രത്തിലും കൈരളിയിലൊക്കെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ SDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പെറ്റ മകനെ, എൻ്റെ റാസാവേ എന്നുള്ള ആ അമ്മയുടെ ഒരു നിലവിളിയുണ്ട്, ചങ്കുപൊട്ടുന്ന ഒരു നിലവിളിയുണ്ട്. ഞങ്ങളൊക്കെ സങ്കടം വന്നതാണ്. ഒരു കൊച്ചു പയ്യൻ SFI പ്രവർത്തകൻ അവിടെ മരിച്ചപ്പോൾ ചങ്കുപൊട്ടുന്ന ഒരു അമ്മയുടെ നിലവിളിയുണ്ട്.
എന്റെ റാസാവേ ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും. ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ എന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അധികം നിങ്ങൾ നിർത്തി. നിങ്ങളോട് നിങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി ഇല്ല. ഇതാണ് പരിപാടി. കയ്യിലിക്ക മീറ്റിംഗ് കലക്കാൻ വേണ്ടി അല്ലല്ല, ഞാൻ പ്രതിപക്ഷ നേതാവാണ്. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ല. ഞാൻ ചൂടാക്കിയിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഗൂഢാലോചന നടക്കില്ല. അത് മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യില്ല. മനസ്സിലായി കേട്ടോ?